Hi all, welcome to Learn with Mizna and it's me, Mizna. നമ്മൾ ഇന്ന് ക്ലാസ് 11ലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ബാക്കിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പാർട്ട് 4 ആണിത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും ആദ്യം തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ ബാക്കിയുള്ള നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് ഇന്ന് ബാക്കിയുള്ള പോർഷൻ എടുക്കാം. എന്താണ് സയന്റിഫിക് നൊട്ടേഷൻ? സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ a physical quantity is expressed in the terms of a into 10 raised to b. ഒരു ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് a into 10 raised to b ഫോമിലാണെങ്കിൽ then it will be scientific notation where a is your base and b is the order of magnitude. a നിങ്ങളുടെ ബേസും b നിങ്ങളുടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വാല്യൂസ് തരും, എന്നിട്ട് അത് സയന്റിഫിക് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. സപ്പോസ് 470 മീറ്റേഴ്സ്, ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമ്മൾക്ക് എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ വാല്യൂ 10നേക്കാട്ടും കുറവായിരിക്കും, അതായത് 9 അങ്ങനെ വരാൻ പാടില്ല, 2 ഡിജിറ്റ് ആവാൻ പാടില്ല. ഓക്കെ, സോ 470 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ 9 അല്ലെ മോർ ദാൻ 10. സോ നമുക്കിത് എങ്ങനെ ഈ ഒരു സയന്റിഫിക് നൊട്ടേഷൻ ആക്കാം? അപ്പൊ ഞാൻ എഴുതി 4.7 ആക്കി. അപ്പൊ നമ്മൾ കറക്റ്റ് ആയില്ലേ? ഇൻറ്റു നമ്മൾ ഈ 470 എങ്ങനെയാ 4.7, അതായത് 4.7 എങ്ങനെ 470 ആക്കാം? ഇൻറ്റു 10 സ്ക്വയർ. അപ്പൊ സംതിങ് ഇൻറ്റു 10 സംതിങ് ഓർഡറും വരണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. സോ 4.7 ഇൻറ്റു 10 സ്ക്വയർ, അതായത് 4.7 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 470 ആണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ എഴുതുന്നത്, അതായത് a ഇൻറ്റു 10 റേസ് ടു b ഫോമിൽ എഴുതുന്നതിനെയാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളുടെ എന്റെ വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ 10 and b is called as the order of magnitude. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു വലിയ നമ്പർ തന്നിട്ട് നിങ്ങൾക്ക് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് ഡെസിമൽ ഫോമിലാക്കിയിട്ട് ഇൻറ്റു 10 സ്ക്വയറോ 10 ക്യൂബോ 10 റേസ് ടു 4 അങ്ങനെ എഴുതുന്നതിനെയാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, അതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടോ അതിൽ കൂടുതലോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിപ്പെൻഡഡ് ആണെങ്കിൽ ദെൻ നമുക്ക് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് വരും. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാം ഒരു എറർ പാർട്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ എറർ പാർട്ട് എങ്ങനെയാണ് നമ്മുടെ ഓപ്പറേഷൻസ്, നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ ഓപ്പറേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സപ്പോസ് നമുക്ക് ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, എ വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, അതായത് ഇത് നിങ്ങളുടെ മീൻ വാല്യൂ, ഇത് നിങ്ങളുടെ ആബ്സല്യൂട്ട് എറർ, ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. നിങ്ങൾ സെഡ് എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ റിസൾട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ആണ്. സപ്പോസ് ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഞാൻ ആഡ് ചെയ്യണം, എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, എ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഈ എന്റെയും ബിന്റെയും ഈ മെയിൻ പാർട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് അതൊരു ബ്രാക്കറ്റിൽ വെക്കാം, പ്ലസ് ഇതിന് രണ്ടിന്റെയും എറർ പാർട്ട് ആഡ് ചെയ്യാം. സപ്പോസ് എനിക്ക് എയും ബിയും ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി, മറ്റേത് ആഡ് ചെയ്തപ്പോൾ 3 ആണ്. അപ്പൊ 5 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ 3 അതായിരിക്കും നിങ്ങളുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പൊ അഡീഷൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് മെയിൻ പാർട്ട് റെസ്പെക്റ്റീവ് ആയിട്ട് ആഡ് ചെയ്യുക, പ്ലസ് ഓർ മൈനസ് ഈ രണ്ട് പാർട്ടും ആഡ് ചെയ്യുക. അപ്പൊ അതാണ് നിങ്ങളുടെ റിസൾട്ട്. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ സബ്ട്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം, എ മൈനസ് ബി. സബ്ട്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുകയെങ്കിൽ ഇവിടെ എ മൈനസ് ബി ആകും, പക്ഷേ എറർ പാർട്ടിന് ഒരു വ്യത്യാസം തന്നെ ഉണ്ടാവില്ല, ആ സെയിം ആൻസർ ആയിരിക്കും, എ പ്ലസ് തന്നെ ചെയ്യേണ്ടത്. അതായത് എറർ പാർട്ട് എപ്പോഴും സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ അഡീഷൻ ആയിക്കോട്ടെ, എറർ പാർട്ട് എപ്പോഴും ആഡ് ആണ് ചെയ്യേണ്ടത്. സോ എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. മനസ്സിലായല്ലോ? അപ്പൊ ഈ പാർട്ട് മെയിൻ പാർട്ട് നിങ്ങളുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ അനുസരിച്ച് അഡീഷനോ സബ്ട്രാക്ഷൻ ആകാം, പക്ഷെ ഈ പാർട്ട് നിങ്ങൾ അഡീഷൻ സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ പാർട്ട് എപ്പോഴും അഡീഷൻ ആയിരിക്കും, എറർ പാർട്ട് എപ്പോഴും അഡീഷൻ ആയിരിക്കും.
അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ചില ക്വാണ്ടിറ്റീസ് ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇവിടെ ഞാൻ എയും ബിയും എടുത്തു, അത് രണ്ടും എക്സ്പ്രസ് ചെയ്തു, സെഡ് അതിന്റെ റിസൾട്ടിനാണ്. സപ്പോസ് ഞാൻ എയും ബിയും ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് മീൻ പാർട്ട് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് എറർ പാർട്ടും ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് എറർ മീൻ പാർട്ട് ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, പക്ഷെ എറർ പാർട്ട് എപ്പോഴും ആഡ് ആണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റും നമ്മളിത് ഡിവൈഡും മൾട്ടിപ്ലൈയും ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നോക്കാം. നമുക്കിവിടെ പ്രോഡക്റ്റോ കോഷ്യന്റോ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡെൽറ്റ സെഡ് ബൈ സെഡ്, അതായത് അതിന്റെ എറർ പാർട്ട് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ പ്രോഡക്റ്റും കോഷ്യന്റോ ചോദിക്കുകയാണെങ്കിൽ, ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അതേപോലെ തന്നെ ഇഫ് z is equal to a raised to m, b raised to n, c raised to l, ഈ ഫോമിലാണ് നിങ്ങൾ z എങ്കിൽ then your error part delta z by z will be equal to ഇത് into delta a by a plus n into delta b by b plus l into delta c by c. നിങ്ങൾക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് പാർട്ട് നമ്മൾ പാർട്ട് 5 ഈ ചാപ്റ്റർ നെക്സ്റ്റ് പാർട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിപ്പോ ആദ്യം ടോപ്പിക്സ് കവർ ചെയ്തിട്ട് എന്നിട്ട് അതിന് ബേസിക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ തിയറം ഈ എല്ലാം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. സോ പ്രോഡക്റ്റും കോഷ്യന്റും ആണെങ്കിൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ചെയ്യാം. അതേപോലെ തന്നെ സെഡ് ഇങ്ങനെ എക്സ്പ്രസ് പവേഴ്സ് ആയിട്ട് റേസ്ഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇത് എം ഇൻറ്റു എറം ഡെൽറ്റ എ ബൈ എ പ്ലസ് എൻ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് എൽ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, അതായത് റിലേറ്റീവ് എറർ ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആബ്സല്യൂട്ട് റിലേറ്റീവ് എററിന്റെ കോൺസെപ്റ്റ്സിലുള്ള ക്വസ്റ്റ്യൻസ്, ഈ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഷുവർ ആയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഇനി ആ ഒരു ടോപ്പിക്കും കൂടി കവർ ചെയ്യണം. അപ്പൊ ആ ടോപ്പിക്കിന്റെ ഇത് കൂടി ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പിക്കിന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടോപ്പിക്കിന്റെ ജസ്റ്റ് ഒരു ജനറൽ ഇത് ഔട്ട്ലുക്ക് നിങ്ങൾക്ക് തന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഡൈമെൻഷൻ എന്ന കോൺസെപ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡൈമെൻഷൻ എന്താണ്? ഡൈമെൻഷൻ ഡൈമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, നമ്മൾ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഇത് ബേസ് ക്വാണ്ടിറ്റീസ് ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ചാപ്റ്ററിന് ആദ്യം പഠിച്ചു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഒരു കാര്യത്തിന്റെയും ആവശ്യമില്ല അതിനെ എക്സ്പ്രസ് ചെയ്യാൻ, അത് ഇറ്റ് ഇസ് മെയ്ഡ് നാച്ചുറലി അല്ലെ. ബാക്കി എല്ലാം ഡിറൈവ്ഡ് ആണ്. ഡിറൈവ്ഡിന് ഈ ഫണ്ടമെന്റൽ സഹായം വേണം അതിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ. സോ നമ്മുടെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ മാസ്, ലെങ്ത് ആൻഡ് ടൈം. ഇതാണ് നമ്മുടെ 3 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഡൈമെൻഷൻ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ആയിക്കോട്ടെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈ 3 ബേസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഡൈമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേസ് ആയിട്ട്, അതായത് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ മാസ് എത്രയോ ടൈംസ് മാസിന്റെ റേസ് ടു പവർ, എൽ റേസ് ടു പവർ, ടി റേസ് ടു പവർ, ഈ ഒരു ഫോർമുല എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഓരോ പവേഴ്സ് ആയിട്ട് റേസ്ഡ് ആകാം. അത് 2 ആകാം, 3 ആകാം, 0 ആകാം, -1/2 ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ആ ക്വാണ്ടിറ്റീസിനെ റേസ് ചെയ്യുന്നതിനെ നമ്മൾ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയും. ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ റിലേഷൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇക്വേഷൻസ്, റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ ഇക്വേഷൻസ് ആണ്, ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതെല്ലാം കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഡൈമെൻഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റേസ് ടു പവേഴ്സ്, അതിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഡൈമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിലേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ, ഈ ഡൈമെൻഷണൽ ഫോർമുല ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഡൈമെൻഷണൽ കോൺസ്റ്റന്റ്. ചില കോൺസ്റ്റന്റ്സ് ഉണ്ട് നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിലൊക്കെ ചില കോൺസ്റ്റന്റ്സ്. അപ്പൊ സ്പൈ അതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഡൈമെൻഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചില കോൺസ്റ്റന്റ്സിന് അവർക്ക് ഡൈമെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. അങ്ങനത്തെ കോൺസ്റ്റന്റ് നമ്മൾ ഡൈമെൻഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. അവർക്ക് ഡൈമെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. എക്സാമ്പിൾ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നിങ്ങൾ 9th നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ അതിലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയ ജിന്
അതിന് പെർട്ടിക്കുലർ ഡയമെൻഷൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എവിടെ പോയാലും മാറില്ല. ഓക്കെ, അതേപോലെ തന്നെ ഹെച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് അതിന് പറയാ, അതാണ് ഹെച്ച്. ആറും എഗെയിൻ നിങ്ങൾക്ക് ഫെമിലിയർ അല്ല, പക്ഷെ നിങ്ങൾ പഠിക്കും കെമിസ്ട്രി. ഈ എച്ചും ആറും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലായിരിക്കും. സോ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, പ്ലാങ്ക് കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അതൊരാളുടെ പേരാണ്, അയാളാണ് കണ്ടുപിടിച്ചത്. ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിത് 1 മാർക്കായിട്ട് വളരെ ഫേമസ് ആയ ഒരു ബോർഡ് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്, അതായത് ഡയമെൻഷനും ഫിക്സ്ഡ് വാല്യൂ ഉള്ള ഒരു കോൺസ്റ്റന്റ് നിങ്ങൾക്ക് തരാൻ പറയും. അപ്പോൾ അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ആണ്. ചില കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻ ഇല്ല. സോ ഗിവൻ എക്സാമ്പിൾ ഓഫ് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, പക്ഷെ അവർക്ക് ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. നമ്മുടെ എല്ലാ നമ്പേഴ്സും 1, 2, 3, 4, 5, 6 ഈ നമ്പേഴ്സിന് എല്ലാത്തിനും ഡയമെൻഷൻ ഇല്ല. ദേ ആർ ഡയമെൻഷൻ ലെസ്, ബട്ട് അവർക്കൊരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ മാത്സിലെ പൈയും ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അവർക്ക് ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. അതേപോലെ ഇയും എഗൈൻ മാത്സിൽ വരുന്നതാണ്, ലോഗരിതത്തില്. അതേപോലെ സൈൻ തീറ്റ, കോസ് തീറ്റ, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, ഇത് എല്ലാം തന്നെ അതിന് ഡയമെൻഷൻലെസ് ആണ്, പക്ഷെ അവർക്ക് എല്ലാത്തിനും ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. മനസ്സിലായല്ലോ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ ഡയമെൻഷൻ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നത് അല്ലെ? ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ലോസ് ഓഫ് മോഷൻ, അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ എല്ലാം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. രണ്ടാമത്, ടു ഡിറ്റർമിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധങ്ങൾ, സപ്പോസ് മാസും വെലോസിറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്, ലെങ്തും വെലോസിറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്, ടൈമും ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള ബന്ധം, അങ്ങനെ കുറെ കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വഴി നടക്കും. മൂന്നാമത്തത്, കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. നമുക്ക് SI യൂണിറ്റിൽ നിന്നും CGS യൂണിറ്റ് ആക്കിയാലോ അല്ലെങ്കിൽ MKS യൂണിറ്റ് ആക്കാനോ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ എല്ലാം ഡയമെൻഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 3 യൂസസ് ആണ് ഉള്ളത്. ഒന്ന്, ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. 2, റിലേഷൻഷിപ്പ് തമ്മിൽ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അറിയാൻ. ആൻഡ് 3, കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ ഈ 3 കാര്യത്തിനാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നതും അതിന്റെ യൂസ്ഫുൾനെസ്സും. ഇനി ഇതിന്റെ ഡയമെൻഷൻ എന്തൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ടെങ്കിലും ഓഫ് കോഴ്സ് അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും അല്ലെ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഡയമെൻഷൻ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസിന്റെ ഒന്നും നമുക്ക് റിലേഷൻ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് അങ്ങനെ ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസിന്റെ റിലേഷനോ കൺവേർഷനോ ഒന്നും തന്നെ നടക്കില്ല. 2, നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, എക്സ്പോണൻഷ്യൽ ഫോംസ്, ഇതിലൊന്നും നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റില്ല. 3, ഒരു ക്വാണ്ടിറ്റി മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എഗെയിൻ ഇത് ആപ്ലിക്കബിൾ അല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. അപ്പോൾ ഒന്നാമത് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ഇതാക്കാം, കാരണം ഡയമെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡയമെൻഷൻ അനാലിസിസ് നടക്കുള്ളൂ. 2, ട്രിഗ്നോമെട്രിക് മെഷറിലോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിലോ ഇത് ആപ്ലിക്കബിൾ അല്ല. 3, ഒരു ക്വാണ്ടിറ്റി മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എഗെയിൻ ഇതൊരു ഫെയിലിയർ ആവും. ഓക്കെ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു സോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ എറേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷനും അതുപോലെ തന്നെ ഡയമെൻഷൻ അനാലിസിസ് എന്താണ് ഡയമെൻഷൻ എന്നൊക്കെയുള്ളതാണ്. ഇനി ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നമ്മൾ ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നമ്മളൊരു വൈൻഡ് ഓഫ് സെഷൻ ആയിരിക്കും. നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡയമെൻഷന്റെ നമ്മൾ ക്വസ്റ്റ്യൻസും, അതായത് ഈ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, അതേപോലെ തന്നെ ചെക്കിംഗ് ഓഫ് ഇക്വേഷൻ, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, അതും പിന്നെ എങ്ങനെയാണ് നമുക്ക് മാറ്റാം, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആ ഫിസിക്സിലെ മെയിൻ ആയിട്ടുള്ളത് ന്യൂമറിക്കൽസ് ആണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് വളരെ പാടാവും. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ക്ലാസ്സസിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുവരെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. സോ അൺടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, കീപ്
സ്മൈലിംഗ്, ബി ഹെൽത്തി, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓൾസോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സോട് ഫാമിലിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കോമൻസിലൂടെ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ജിമെയിലിൽ എൻ്റെ മെയിൽ ID തന്നിട്ടുണ്ട്, jessymizna@gmail.com, അതിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ലൈക്കും ചെയ്യാം, ഫോളോ ചെയ്യാം, അതിൽ മെസ്സേജ് ചെയ്താൽ അതും ഞാൻ കാണുന്നതായിരിക്കും. സോ അണ്ടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ബൈ ഫ്രം മിസ്ന.